വിശേഷ ഈ ഇസ്രയേലിനെ അടിക്കാനായിട്ട് ഇറാന്റെ കയ്യിൽ എന്തോ ഡർട്ടി ബോംബോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് കേൾക്കുന്നു. എന്താ സംഭവം? അതായത് ഇതുവരെ ഇസ്രയേൽ ഭയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം ആണവായുധം പ്രയോഗിക്കും എന്നുള്ളതാണ്. തുടക്കം മുതലേ അവരുടെ ഇറാൻ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകും എന്നുള്ളൊരു ഭയപ്പാടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ ഒരു കാര്യം പ്രയോഗിക്കാനുള്ള സാധ്യതയില്ല. സാധ്യതയില്ലെന്ന് ശേഷിയില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം. നദാൻസിലെ അവരുടെ ആണവ കേന്ദ്രമൊക്കെ ഏകദേശം ഇസ്രായേലിനെ നശിപ്പിച്ച് ഒരു വഴിയാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഡേർട്ടി ബോംബ് എന്ന് പറയുന്നത് അതിനകത്ത് സമ്പുഷ്ടീകരിച്ച യുറേനിയാണ് നിറച്ചു വെക്കുന്നത്. അപ്പോൾ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഫോർദോവിൽ ഏകദേശം 60% മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇവരെ അടിച്ച് തീർത്ത് കളഞ്ഞു. അപ്പോൾ ഈ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഈ ഡേർട്ടി ബോംബ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിറച്ചിട്ട് ഇത് എവിടെയാണോ ചെന്ന് പതിക്കുന്നത് ആ പതിക്കുന്ന സ്ഥലത്ത് ഈ യുറേനിയം തരികൾ അവിടെ മുഴുവൻ വികസിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന അവിടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതിഭീകരമായിരിക്കും. ആ രീതിയിലുള്ള അപ്പോൾ ഈ ഹിരോഷിമയിൽ പണ്ട് അമേരിക്ക പ്രയോഗിച്ച അത്ര ഭീകരമല്ലെങ്കിലും പക്ഷേ ഈ യുറേനിയം അവിടെ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ആണവ വികിരണം ഉണ്ടാവും. അത് തന്നെ. അപ്പോൾ അതുപോലെ നിരവധി ഡേർട്ടി ബോംബുകൾ ഇറാന്റെ കൈവശം ഉണ്ട് എന്നാണ് ഇപ്പം ഇറാൻ അവകാശപ്പെടുന്നത്. അത് പ്രയോഗിക്കാനാണ് ഞങ്ങൾ ഇനി തീരുമാനിച്ചിരിക്കുന്നത് എന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഇറാന്റെ ഭാഗത്തുനിന്നുള്ളത്. അത് എത്രത്തോളം വിജയകരമാകും എന്നതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടി തന്നെയിരിക്കുന്നു. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൈന വടക്കോപ്പുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇറാൻ നിന്നത്. ഇറാനെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തൊരു സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ ഇനി അവർക്ക് എനിക്ക് തോന്നുന്നു അവസാനത്തെ പിടിവള്ളി ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കയ്യിൽ ഇത്തരത്തിൽ ഒരുപാട് ആയുധങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്താനുള്ള ഒരു ശ്രമമായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്ന്. അതായത് ഇപ്പോൾ ഈ കെമിക്കൽ വെപ്പൺ എന്നൊക്കെ പറയില്ലേ, രാസായുധ പ്രയോഗം, അതിൻ്റെ മറ്റൊരു വെർഷൻ ആയിരിക്കും ഈ പറയുന്ന സാധനം. ഈ രാസായുധം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സിറിയയിലോ മറ്റോ ഇതേപോലെ സംഭവം ഉണ്ടായപ്പോൾ ഈ രാസായുധം പ്രയോഗിച്ചു. രാസായുധം എന്ന് വെച്ചാൽ നിസ്സാരമാണ്. ഈ ക്ലോറിൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ക്ലോറിൻ. പക്ഷെ അത് വല്ലാത്ത പോയിസണസ് ആയിട്ടുള്ള ഒരു ഗന്ധമുണ്ട്, അതിന് വലിയൊരു വാതക സ്വഭാവമുണ്ട്. അത് ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോധക്ഷയരായിട്ട് പോയി ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. അപ്പോൾ ആ രീതിയിൽ ക്ലോറിൻ കണ്ടെയ്നറുകൾ ആണ് എടുത്ത് വിമാനത്തിൽ നിന്ന് എടുത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു തരം രാസായനിക പ്രയോഗമാണ്. അപ്പോൾ ഇതേപോലെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ ഉള്ള പരിപാടിയാണ് ഇറാൻ ആസൂത്രണം ചെയ്യുന്നത്. കാര്യം ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ആറ്റോമിക് വേസ്റ്റ് ആകാനായിരിക്കും സാധ്യത. കാര്യം അവർ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഈ ആറ്റോമിക് എനർജി ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആറ്റോമിക് വേസ്റ്റ് എന്ന് പറയുന്ന എല്ലാ രാജ്യങ്ങൾക്കും വലിയ തലവേദനയാണ്. ഇത് എവിടെയൊക്കെ സുരക്ഷിതമായി കൊണ്ട് ഡിസ്പോസ് ചെയ്യുക എന്നല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പോൾ അത് ഡിസ്പോസ് ചെയ്യാനുള്ളൊരു ഇടമായിട്ട് ഇപ്പോൾ ഇസ്രായേലിനെ കണ്ടെത്തിയേക്കാണെന്ന് തോന്നുന്നു. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല അത് അത്രക്ക് വലിയ ഒരു സംഗതിയായി മാറുന്നത്. കാര്യം ഇപ്പോൾ മൊസാദിനെ പോലുള്ള രഹസ്യാന്വേഷണ ഏജൻസിയുള്ള ഇസ്രായേൽ ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ഇറാൻ ആസൂത്രണം ചെയ്യുന്ന ആ ഘട്ടത്തിൽ തന്നെ അത് നോക്കി മനസ്സിലിട്ടുണ്ടാവും. അപ്പോൾ ഇവർ അത് വിക്ഷേപിക്കാനായിട്ടെല്ലാം തയ്യാറാക്കി വെക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേലിൻ്റെ അടുത്ത പണി ഉണ്ടാകും. കാര്യം നേരത്തെ തന്നെ ഒരു റിപ്പോർട്ട് വന്നത് കൗതുകരമായ റിപ്പോർട്ടാണ്. അതായത് ഇറാനിൻ്റെ ടെഹ്റാൻ എന്ന് പറയുന്ന അവരുടെ തലസ്ഥാനത്തിന് തൊട്ടടുത്ത് ഒരു കെട്ടിടമൊക്കെ വാടകയ്ക്ക് എടുത്ത് അവിടെയാണ് ഈ മൊസാദ് എവിടെ ആക്രമണം നടത്താനുള്ള ഡ്രോണുകളൊക്കെ തയ്യാറാക്കിയതാണ്. അത് 1-2 ദിവസമല്ല, ഏതാണ്ട് വർഷങ്ങളോളം നീണ്ട അവിടെ ഡ്രോണുകൾ മാത്രമല്ല മിസൈലുകൾ പോലും തയ്യാറാക്കി ഇവരുടെ വ്യോമ പ്രതിരോധ മേഖലകൾ എവിടെയാണ് തിരിച്ചറിഞ്ഞിട്ട് അങ്ങോട്ട് ലക്ഷ്യമാക്കി വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അവർ ഈ ഓപ്പറേഷൻസ് ഒക്കെ നടത്തിയത്. അപ്പോൾ ഈ ഇറാൻ മനസ്സിൽ കാണുന്നത് ഇസ്രയേൽ മാനത്ത് കാണുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഡർട്ടി ബോംബ് എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞ് പേടിപ്പിക്കാനായിരിക്കണം. അല്ല, ചിലപ്പോൾ അതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കാരണം ഈ ഞങ്ങളൊന്നുമല്ലാത്തവരല്ല, ഞങ്ങളുടെ കയ്യിൽ അത്യാവശ്യം സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ മാത്രമല്ല. ഈ അവസരത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം പേടിപ്പിക്കലും മാത്രമേ നടക്കുള്ളൂ. ഇറാൻ്റെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ല, എല്ലാം തീർന്നു. അല്ല, അവർക്ക് വേണ്ടി ബോംബിടുമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും അവസാനം കാലുവാരിയല്ലോ. പാകിസ്ഥാൻ ഗേറ്റ് വരെ അടച്ചു. അപ്പോൾ ഇനി അവർക്ക് നിക്കക്കള്ളില്ലാത്തൊരവസ്ഥയിലോട്ടൊരു കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി, അതായത് 2 കൂട്ടർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇറാൻ എടുത്തിരിക്കുന്ന നിലപാട് ഇസ്രയേൽ ഞങ്ങൾക്ക് തന്ന അടിക്ക് തിരിച്ചടി കൊടുക്കാതെ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്നൊരു മട്ടിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ലക്ഷ്യം എന്താണോ അത് ഒന്നെങ്കിൽ ഇവർ ഈ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടുക, അല്ലെങ്കിൽ ആണവായുധം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ രാജ്യത്തെ മാറ്റുക. അതായത് അവരുടെ സകല ഇൻഫ്രാസ്ട്രക്ചർ അടിച്ച് തകർക്കുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നേടാതെ അവർ നിർത്തില്ല.
ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ കാല് പിടിക്കേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അവർ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല. ഏതായാലും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ സത്യസന്ധമാണെങ്കിൽ അമേരിക്ക വലിയ താമസമില്ലാണ്ട് ഇറാനിൽ പരിപാടി തുടങ്ങും. കാര്യം അതിനുള്ള കളവൊക്കെ ഒരുക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ട്രംപ് ദേശീയ സുരക്ഷാ സമിതിയുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇറാൻ ലക്ഷ്യമാക്കി അമേരിക്കയുടെ B-35 യുദ്ധവിമാനങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങിയതായിട്ടാണ് വിവരം. അപ്പോൾ ക്ഷമിക്കണം, F-35 യുദ്ധവിമാനമൊക്കെ അങ്ങോട്ട് നീങ്ങി. അത് മറ്റേ വഴിയിൽ ഇന്ധനം തീർന്നു പോയാൽ നിറയ്ക്കാനുള്ള ടാങ്കർ വിമാനങ്ങളും അതിനെ അനുഗമിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു തയ്യാറെടുപ്പ് അമേരിക്കയും നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ അമേരിക്ക വിചാരിച്ചാൽ തന്നെ ആ മേഖലയിൽ ഏതാണ്ട് 19-18 സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ ഇറാന് ചുറ്റും സൈനിക താവളങ്ങളുണ്ട്. അപ്പോൾ അമേരിക്ക വിചാരിച്ചാൽ ആ സൈനിക താവളങ്ങളിൽ നിന്ന് പോലും അവർക്ക് സൈനിക ഓപ്പറേഷൻസ് നടത്താൻ പറ്റുന്നേ ഉള്ളൂ. പോരാത്തതിന് ആ മേഖലയിലുള്ള സമുദ്രാതിർത്തികളിലൊക്കെ തന്നെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളടക്കം ഒരുങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ഇറാൻ അത്തരത്തിലൊരു ബുദ്ധിമോശത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് തയ്യാറെടുപ്പ് തുടങ്ങിയെന്നറിഞ്ഞാൽ തന്നെ അമേരിക്ക കളത്തിലിറങ്ങും. ഇപ്പോൾ ഇസ്രയേൽ കൊടുക്കുന്ന അടി പോലെ ആയിരിക്കില്ല. ഇറാൻ എന്ന് അമേരിക്ക ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡോസ് അങ്ങ് കൂടും. പിന്നെ ഒറ്റ ദിവസം കൊണ്ട്. കാര്യം അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് കൊടുത്തത് അങ്ങനെയാണ്. ഏതെങ്കിലും തരത്തിൽ ഇറാൻ അമേരിക്കയെ ആക്രമിക്കുന്നത്. നേരത്തെ ഒരു അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായി. അപ്പോൾ ഇനി അമേരിക്കയ്ക്കെതിരെ തിരിയുകയാണെങ്കിൽ ഇതുവരെ കാണാത്ത രീതിയിൽ അമേരിക്കയുടെ സകല ശക്തിയും എടുത്ത് അടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പിന്നെ കാര്യം വ്യക്തമാണ്. ഇനി ഇറാന് എത്ര നാൾ പിടിച്ചു നിൽക്കാനാകും എന്നുള്ള കാര്യത്തിൽ ഇനി ചോദ്യമുള്ളൂ. ഏതായാലും അവർ എന്താ ഓൾറെഡി 5 ദിവസം 6 ദിവസം കണ്ടായി യുദ്ധം തുടങ്ങിയിട്ട്. 6 ദിവസമായി. അപ്പോഴേക്കും ഇറാൻ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന രീതിയിൽ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അമേരിക്ക അല്ല, ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് ആൾനാശം കൂടുതൽ ഇറാനിലാണ്. അതെ. കാര്യം അവർക്ക് അവരുടെ സ്വന്തം ജനതയെ സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്നില്ല. അവരുടെ ഒട്ടുമിക്ക സൈനിക താവളങ്ങളും ആണവ കേന്ദ്രങ്ങളും അവരുടെ സൈനിക തലവന്മാർ കൊല്ലപ്പെടുന്നു. അവരുടെ ദേശീയ മാധ്യമത്തിന്റെ ഹെഡ് ഓഫീസ് ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ അവർക്ക് ഈ ആവേശം സയന്റിസ്റ്റുകൾ മരിക്കുന്നു. അതെ, അവർക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ നടത്തി പ്രൊപ്പഗൻഡ ചെയ്യാൻ ആർക്കും സാധിക്കും. പക്ഷേ യഥാർത്ഥ വസ്തുത എന്തെന്നാൽ അവിടെ നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലാണ്. തെഹ്റാൻ എന്ന് പറയുന്ന അവരുടെ തലസ്ഥാന നഗരി ഏതാണ്ട് ആളൊഴിഞ്ഞ വിജനമായ സ്ഥലമായി മാറിയിട്ടുണ്ട്. അവിടെ ഒട്ടുമിക്ക കെട്ടിടങ്ങളും ഏതാണ്ട് അസ്ഥികൂടങ്ങൾ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എത്ര നാളിനി ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ആലോചിക്കണം. അപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള അവസാന കച്ചിത്തുരുമ്പുകളുടെ പേരിലാണ് തോന്നി ഈ ഡർട്ടി ബോംബ് അതേപോലുള്ള ഗിമിക്കുകളൊക്കെ ഇറക്കുന്നത്. അത് എത്രത്തോളം ഉണ്ടെന്നറിയില്ല. ചിലപ്പോൾ എടുത്ത് പ്രയോഗിക്കാൻ ഒരുങ്ങുമായിരിക്കും. പക്ഷെ അത് ഇസ്രയേൽ വരെ എത്തുമോ, അത് ഇവിടെ നിന്ന് തന്നെ പൊട്ടുമോ എന്നുള്ളത് കണ്ടറിയണം.